വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവെ നീ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നൊരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം 8 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ മഹാസംഭവത്തെക്കുറിച്ച് നമ്മൾ കാണും. ദൈവത്തെയും ദൈവശക്തിയൊക്കെ ദർശിക്കുന്ന ഒരു ഭാഗം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 15 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കട്ടെ. ദൈവപുരുഷൻ്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ എലീശ പ്രാർത്ഥിച്ചു, കർത്താവെ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. എലീശയ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീശയുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ എലീശ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതല്ല, എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഞാൻ അവരെ സമരിയയിലേക്ക് നയിച്ചു. അവൻ സമരിയയിൽ പ്രവേശിച്ച ഉടനെ എലീശ പ്രാർത്ഥിച്ചു, കർത്താവെ ഇവരുടെ കണ്ണുകളെ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സമരിയയുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീശായോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാൻ ഇവരെ കൊന്നുകളയട്ടെ. അവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്. നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ? അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക. അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനൻ്റെ അടുത്തേക്ക് പോകട്ടെ. രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി. ഭക്ഷിച്ച് തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനൻ്റെ അടുത്തേക്ക് പോയി. സിറിയക്കാർ പിന്നീട് ഒരിക്കലും ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2 വലിയ പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവെ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന 1-ാമത്തെ പ്രാർത്ഥന, കർത്താവ് ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ എന്ന 2-ാമത്തെ പ്രാർത്ഥന. ഇസ്രായേൽ മക്കളുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ അനുനിമിഷം പ്രവർത്തിക്കുമ്പോൾ മാനുഷിക ബുദ്ധിക്കോ ചിന്തയ്ക്കോ നിരക്കുന്നതിനപ്പുറത്തേക്കുള്ള ദൈവകരത്തിൻ്റെ വലിയ ഒരു സ്പർശനമാണ് ഈ വചനഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. ഏലിയ പ്രവാചകൻ്റെ ശിഷ്യനായ എലീശ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഇവൻ്റെ കണ്ണുകളെ അന്ധമാക്കണമേ. അടുത്ത വചനം എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവ് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. വീണ്ടും എലീശ പ്രാർത്ഥിക്കും, കർത്താവ് ഇവരുടെ കണ്ണുകളെ തുറക്കണമേ. കർത്താവ് അവൻ്റെ കണ്ണുകളെ തുറന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവപുരുഷൻ, ഒരു ദൈവിക വ്യക്തി, അല്ലെങ്കിൽ ഒരു ദൈവപുത്രൻ, ഒരു ദൈവമകൾ, ഒരു ദൈവമകൻ, അവൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഇരുന്ന് സംസാരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ഒരു മേഖലയെക്കുറിച്ച്, ഞാനും നിങ്ങളുമൊക്കെ എത്തിച്ചേരേണ്ട ജീവിതത്തിൻ്റെ ഉന്നത പടിയെക്കുറിച്ചാണ് ഈ വചനഭാഗം നമുക്ക് മനസ്സിലാക്കി തരിക. ഒരു വാക്ക് നാവിൽ ഉദിച്ച് പറയും മുമ്പ് തന്നെ ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തു പറഞ്ഞാലും, ശാഠ്യം പിടിച്ച് പറഞ്ഞാലും അത് കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. എങ്ങനെയാണ് എലീശ പ്രവാചകന് ഇത്രയും വലിയ ഒരു ശക്തി കിട്ടിയത് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം. ഏലിയ പ്രവാചകൻ്റെ പിന്നാലെ കൂടിക്കൂടി നടക്കുന്ന എലീശ പ്രവാചകന് ഒറ്റയൊരു ആഗ്രഹമേ ഉള്ളൂ, മനസ്സ് നിറയെ ഒറ്റയൊരു ആഗ്രഹമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ ഒരാഗ്രഹം, കാലഘട്ടത്തിൽ ഇന്നോളം വെളിപ്പെടാത്ത ദൈവത്തിൻ്റെ വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി ഓരോ മകനും മകളും പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ട സമയമാണ് ഇത്. 2-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം ഇങ്ങനെ വായിക്കും, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ,
കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഏലിയ പ്രവാചകൻ്റെ ദൈവാത്മാവിൻ്റെ ഇരട്ടി പങ്കിന് വേണ്ടി ദാഹിച്ച് പുറകെ നടന്ന ഏലിയ പ്രവാചകൻ എടുക്കപ്പെടുന്നത് കാണുകയും ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടുകയും ചെയ്തുവെന്ന് വചനം വായിച്ച് കടന്നു പോരുമ്പോൾ നമുക്ക് മനസ്സിലാകും. 2-ാമത്തെ അധ്യായത്തിൽ 13 വചനങ്ങളിൽ എലീശ പ്രവർത്തനം ആരംഭിക്കുന്നു. അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ ഒക്കെ ചെയ്ത് വിധവയുടെ എണ്ണയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത് ശൂന്യക്കാരുടെ മകനെ ജീവിപ്പിച്ച് എലീശ പ്രവാചകൻ ഇങ്ങനെ മുന്നോട്ട് വരിക. അപ്പം വർദ്ധിപ്പിച്ചും നാമാനെ സുഖപ്പെടുത്തിയുമൊക്കെ ദൈവകരത്തിൻ്റെ ഉപകരണമായി അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ ദൈവജനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തെ ദൈവിക മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അതിനു മുമ്പ് നാം കാണും ശൂന്യക്കാരുടെ ജീവിതത്തിൽ മാത്രം ഇടപെടുന്ന ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. വിധവയുടെ ജീവിതത്തിൽ മാത്രം ഇടപെടുന്ന ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരു കോടാലി നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ മാത്രം ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ സിറിയക്കാരെ തോൽപ്പിക്കുന്ന ഒരു ദൈവശക്തിയെക്കുറിച്ച് ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഇസ്രായേൽ മക്കളെ മുഴുവൻ ബോധ്യപ്പെടുത്തുന്ന എലീശ പ്രവാചകൻ്റെ വളർച്ചയാണ് നാം കാണുക. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഇതുപോലൊരു വളർച്ച ആവശ്യപ്പെടുന്ന ദൈവം പറയുകയാണ്. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത്, പിന്നെ എൻ്റെ ചുറ്റുപാടുകളിൽ, പിന്നെ അത് വളർന്ന് ഈ ദേശം മുഴുവൻ, നാട് മുഴുവൻ, ലോകം മുഴുവൻ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന വ്യക്തികളായി നമ്മൾ മാറണം. അതിനുവേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട്. കർത്താവെ, അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ ശക്തി കാലഘട്ടത്തിൽ ഇന്നോളം വെളിപ്പെടാത്ത ഒരഭിഷേകം ദൈവമേ എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓരോ മനസ്സും അങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്നോളം കാലഘട്ടത്തിൽ വെളിപ്പെടാത്ത വലിയ അഭിഷേകം ദൈവമേ എൻ്റെ ശിരസിലേക്ക് വച്ചു തരണമേ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. കാരണം ഏലിയ പ്രവാചകൻ്റെ അടുക്കൽ എലീശ പറഞ്ഞത് ദൈവം കേട്ടതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തെ ദൈവം ഇടപെടാൻ തുടങ്ങുക. 6-ാമത്തെ അധ്യായം 8 മുതലുള്ള വചനങ്ങളിൽ സിറിയക്കാര് ഇസ്രായേൽ സൈന്യത്തെ തോൽപ്പിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇസ്രായേൽ രാജ്യത്തിന് ചുറ്റും അവർ പാളയം അടിച്ചു നിൽക്കുന്നു. ദൈവപുരുഷൻ്റെ എലീശ പ്രവാചകൻ്റെ ഭൃത്യൻ രാവിലെ എഴുന്നേറ്റിട്ട് ദൈവപുരുഷൻ്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് അവൻ കാണുകയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ചുറ്റും ഇതാ സിറിയൻ സൈന്യം പാളയം അടിച്ചു നിൽക്കുന്നു. വലിയൊരു സൈന്യം നഗരം പടഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, ഭയപ്പെട്ട ഹൃദയത്തോടെ അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അപ്പോൾ അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ ഈ എലീശ പ്രവാചകൻ തന്നെ ഭൃത്യനോട് എന്തു പറഞ്ഞോ അത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പ്രത്യേകമായ വരം ലഭിച്ചിരിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. എലീശ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമുക്കുണ്ട് എന്ന്. മാനുഷിക ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഭൃത്യന് ഒരു വ്യക്തിയെ പോലും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ പറ്റാതെ ഭയം കൊണ്ട് വിറയി നിൽക്കുന്ന അവന് വേണ്ടി എലീശ ഒരു പ്രാർത്ഥന നടത്തും. അപ്പോൾ 17-ാമത്തെ വചനം 6-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ നാം കാണും. അപ്പോൾ എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. ഇന്ന് ഓരോ മാതാപിതാക്കളും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഇവളുടെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ എന്ന്. കാരണം കർത്താവ് അവൻ്റെ കണ്ണുകളെ തുറന്നു. ആ സമയം എലീശ പ്രാർത്ഥിച്ച അതേ സമയത്ത് കർത്താവ് കണ്ണുകൾ തുറന്നു. എലീശയ്ക്ക് ചുറ്റും മല, ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പിന്നെ അവൻ ഭയപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് ഓടി വരുമ്പോൾ, ഈ പരീക്ഷയ്ക്ക് ഞാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ, ജോലിക്ക് ഞാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ, ഈ വിവാഹ ജീവിതം എനിക്ക് തുടരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അഭിഷേകമുള്ള അപ്പനും അമ്മയും പ്രാർത്ഥിക്കണം, കർത്താവെ, ഇവരുടെ കണ്ണുകളെ തുറക്കണമേ, നീ ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ, നിന്റെ കരം കാണാൻ ഇവരെ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതാണ് തമ്പുരാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. ഇന്ന് അഭിഷേകമുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ച ഒരപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ
കുഞ്ഞുങ്ങളോട് അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ പറയേണ്ട കാര്യമില്ല, എഴുന്നേറ്റ് പോടാ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ തനിയെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. കാരണം നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ദൈവത്തെ കാണാൻ കർത്താവ് അവരുടെ കണ്ണുകളെ തുറക്കും. അതുപോലെ അഭിഷേകമുള്ള പ്രാർത്ഥനയുടെ വലിയ ഫലം ലഭിച്ചവരായി ഓരോ മാതാപിതാക്കളും മാറണം. ഈ കാലഘട്ടത്തിൽ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. ചുറ്റും നിൽക്കുന്നവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. കർത്താവിൻ്റെ ശക്തി അവൻ്റെ കണ്ണുകൾക്ക് ദൃശ്യമാക്കി കൊടുക്കണം. എലീശ ചെയ്ത അതേ കാര്യം തന്നെ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ചെയ്യണമെന്ന് കർത്താവ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവൻ്റെ കണ്ണുകളെ തുറക്കണം, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. എലീശയുടെ ചുറ്റും വലിയ രഥങ്ങൾ, സിറിയൻ സൈന്യത്തേക്കാൾ കൂടുതൽ വലിയ ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടില്ല, അവൻ ധൈര്യപൂർവ്വം നിൽക്കുകയാണ്. വീണ്ടും എലീശയുടെ സിറിയക്കാർ തനിക്കെതിരെ വരുന്നത് കണ്ടപ്പോൾ എലീശ മറ്റൊരു പ്രാർത്ഥന നടത്തുന്നത് നാം കാണുന്നുണ്ട്. കർത്താവേ, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീശ പ്രവാചകൻ സിറിയൻ സൈന്യത്തിനെതിരെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. തനിക്കെതിരെ വരുന്ന ശത്രുക്കളുടെ കണ്ണുകളെ അന്ധമാക്കി അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ തക്ക വിധത്തിൽ അവരുടെ കണ്ണുകളെ അന്ധമാക്കി വെക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു എലീശ പ്രവാചകനെ നമ്മളിവിടെ കാണുന്നുണ്ട്. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ടു, അവരുടെ കണ്ണുകളെ അന്ധമാക്കി എന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ നാം കാണും. അപ്പോൾ കണ്ണുകൾ അന്ധമായ സിറിയക്കാരോട് എലീശ പ്രവാചകൻ പറയും, വഴി ഇതല്ല കേട്ടോ, പട്ടണവും ഇതല്ല, എന്നെ നിങ്ങൾ അനുഗമിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരും. വലിയ കേസുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരുപാട് പരീക്ഷകളെ നാം അതിജീവിക്കേണ്ടി വരും. ഇത് തമ്പുരാൻ്റെ വചനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പിൽ നിൽക്കുന്ന എതിർത്ത് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ ആ മനോഭാവമാകുന്ന ചില നമുക്കെതിരെ വരുന്ന മനോഭാവമാകുന്ന ചില ചിന്തകളെ, അവരുടെ കണ്ണുകളെ ഒന്ന് അന്ധമാക്കാൻ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് അനുകൂലമായി അവരെ കൊണ്ടുവരാൻ ദൈവം അനുവദിക്കും. അത് തന്നെ ഏലിയ പ്രവാചകൻ ഇവിടെ ചെയ്യുകയാണ്. എന്നിട്ട് ഏലിയ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന പട്ടണം ഇതല്ല, സ്ഥലം ഇതല്ല, പുറകെ വന്നുകൊള്ളൂ. അദ്ദേഹത്തെ അനുസരിക്കുന്ന ശത്രു സൈന്യത്തെ നാം ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എൻ്റെ കണ്ണുകളെ നീ തുറക്കണം. ഇങ്ങനൊരു അനുഭവം എനിക്ക് കിട്ടണമെങ്കിൽ ആദ്യം എൻ്റെ കൺമുമ്പിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ദൈവത്തെ കാണാൻ എനിക്ക് പറ്റണം. അങ്ങനെ എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ ഞാൻ കാണുമ്പോൾ ആ തമ്പുരാനെ എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും. എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ ജീവിത പങ്കാളിക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ചില മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ എനിക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കണ്ണുകളെ തുറക്കണമേ എന്നും എൻ്റെക്കെതിരെ വരുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ കണ്ണുകളെ അന്ധമാക്കണമേ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം വിജയം നേടിക്കൊടുക്കുന്നൊരവസ്ഥ, കൂടെ നിൽക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുന്ന ഒരവസ്ഥ, അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എൻ്റെ കണ്ണുകളെ നീ തുറന്നു തരണം. എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. ഒപ്പം മറ്റൊരു കാര്യം കൂടി പ്രാർത്ഥിക്കണം, അന്യരുടെ കുറ്റങ്ങൾ കാണാൻ കർത്താവെ എൻ്റെ കണ്ണുകളെ അനുവദിക്കരുത്, എൻ്റെ കണ്ണുകളെ അന്ധമാക്കണമെന്ന്. അന്യരുടെ കുറവുകളോ കുറ്റങ്ങളോ കാണാൻ കർത്താവെ നീ എൻ്റെ കണ്ണുകളെ തുറക്കരുത്, അന്ധമാക്കണം. ആരുടെയും കുറവുകൾ കാണാതെ, ആരുടെയും തിന്മകൾ കാണാതെ നന്മകൾ കാണാൻ ഈശോയെ നീ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടെ ജീവിക്കാൻ തുടങ്ങും. ദൈവം കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കെതിരെ വരുന്നവർ പോലും നമ്മുടെ വാക്കുകൾ കേട്ട് നമ്മെ അനുഗമിക്കാൻ തുടങ്ങും, നമ്മെ അനുസരിക്കാൻ തുടങ്ങും. നമുക്ക് വേണ്ടി തുറക്കാത്ത വഴികളെ അവർ തുറക്കാൻ തുടങ്ങും. നമുക്ക് വേണ്ടി വഴി തരാത്തവർ വഴി തരാൻ തുടങ്ങും. നമുക്ക് വേണ്ടി കോടതിയിൽ എതിർസാക്ഷ്യം പറയാൻ പോയി നിൽക്കുന്നവരുടെ വായികളെ കർത്താവ് ഒന്ന് മൂടിക്കെട്ടിയിട്ട് നമുക്ക് വേണ്ടി നല്ല സാക്ഷ്യം പറയാൻ കർത്താവ് അവരെ അനുവദിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ വചനത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുക. ഈ കാലഘട്ടത്തിൽ ദൈവം കൂടെ നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ മാറണം. കർത്താവ് നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്. നമ്മൾ ചഞ്ചലചിത്തരാകാതിരിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. സങ്കീർത്തകൻ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയും, സങ്കീർത്തന പുസ്തകം 16-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യും. കർത്താവ് നമ്മുടെ കൂടെ നടക്കുമ്പോൾ ആരെ പേടിക്കണം, നമ്മൾ ആരെ ഭയപ്പെടണം? ഈ തമ്പുരാൻ കൂടെ നിൽക്കുമ്പോൾ ഹൃദയം സന്തോഷിക്കും, അന്തരംഗം ആനന്ദം കൊള്ളും.
കർത്താവിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കും. ഇങ്ങനെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ വന്ന സിറിയൻ സൈന്യത്തെ തോൽപ്പിച്ച് ആ ജനതയുടെ മധ്യത്തിൽ കൂടെ നിൽക്കുന്ന ദൈവത്തെ കാണിച്ചു കൊടുത്ത എലീശ പ്രവാചകനെ നമ്മളിവിടെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവകരം വെളിപ്പെടാൻ, ദൈവമേ നീ എൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റണം, അതിനെന്നെ അനുവദിക്കണം, എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓരോ മാതാപിതാക്കളും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. വൈകുന്നേരങ്ങളിൽ കടന്നു വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ എൻ്റെ മക്കളുടെ വലതുവശത്ത് നിൽക്കുന്ന കർത്താവിനെ കാണാൻ അവരുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന്. ഈ കാലഘട്ടത്തിൽ അലറുന്ന സിംഹത്തെ പോലെ പിശാച് ആരെ വേട്ടയാടണമെന്നറിയാതെ ഇറങ്ങി നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ തമ്പുരാൻ്റെ സംരക്ഷണത്തിലേക്ക് ചേർത്ത് വെച്ച് വലതുവശത്ത് നിൽക്കുന്ന കർത്താവിനെ കാണാൻ അവരെ പ്രാപ്തരാക്കാനുള്ള ഒരു അഭിഷേകം അപ്പനും അമ്മയും ചോദിച്ച് മേടിക്കണം. എലീശ പ്രവാചകന്റെ ജീവിതത്തിൽ കിട്ടിയ അതേ അഭിഷേകം ഈ കാലഘട്ടത്തിൽ ഇന്നോളം വെളിപ്പെടാത്തൊരു അഭിഷേകം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈശോയോട് ചോദിച്ച് മേടിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ കൺമുൻപിൽ നിൽക്കുന്ന ദൈവത്തെ എനിക്ക് മാത്രം കണ്ടാൽ പോരാ, അടുത്ത് നിൽക്കുന്നവരും കാണുന്ന ഒരവസ്ഥയിലേക്ക്, അത്രയും വലിയ ഒരു അഭിഷേകത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ ഉയരണം. നമ്മൾ അഭിഷേകം കുറഞ്ഞവരാ, ഇരട്ടി പങ്ക് പോയിട്ട് ഒരു ചെറിയ പങ്ക് പോലും ഇല്ലാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോരാ, ആത്മാവിൻ്റെ വലിയ ഇരട്ടി പങ്ക് പഴയ നിയമ പ്രവാചകരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ഇടപെട്ട അതേ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക്, ആത്മാവിൻ്റെ വലിയ അളവില്ലാത്ത വലിയ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ദൈവമേ എനിക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് തുറന്നു തരും. ഈ തമ്പുരാൻ കണ്ണുകൾ തുറന്നതും തമ്പുരാനെ കാണാൻ അനുവദിച്ചതുമായ ഒത്തിരി വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണും. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഹാഗാർ എന്ന് പറയുന്ന വ്യക്തി സാറായുടെ അഭ്യർത്ഥന പ്രകാരം ഹാഗാറിനെ പ്രാപിക്കാൻ അബ്രാഹാം തയ്യാറാവുകയും അവൾ ഗർഭിണിയാവുകയൊക്കെ ചെയ്തു. എന്നാൽ അവൾ ഗർഭിണിയായപ്പോൾ യജമാനത്തിയായ സാറായോട് വളരെയധികം മോശമായിട്ട് പെരുമാറി. അങ്ങനെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ മരുഭൂമിയിലേക്ക് വഴിയിലൂടെ ഇങ്ങനെ വെച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 7 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ളൊരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കർത്താവിൻ്റെ ദൂതൻ കണ്ടെത്തിയെന്ന് നമ്മൾ വായിക്കും. എന്നാൽ അവളോട് ചോദിക്കുക, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അവളുടെ അവളെ ഭവനത്തിലേക്ക് തിരിച്ച് അയക്കാൻ ദൂതൻ തയ്യാറാകുമ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 16:13 നമ്മളിങ്ങനെ കാണും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എഴുതിയിരിക്കുകയാണ്, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുന്ന ദൈവം അവൻ കണ്ണടച്ചിരിക്കുന്നില്ലല്ലോ. എപ്പോഴും കാണുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവം, ആ ദൈവത്തെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ തമ്പുരാന് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുമ്പോൾ, കണ്ണുകളെ അവിടുന്ന് തുറന്നു തരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം സംഭവിക്കും. ഇന്നലെ കണ്ടതാവില്ല നാളെ കാണുക. ഇന്നലെ വരെ കാണാതിരുന്ന പല കാര്യങ്ങളും നമ്മൾ നാളെ മുതൽ കാണാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെ ദൈവത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. വീണ്ടും നമ്മൾ കാണും ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഉൽപ്പത്തി 16:13 തിരിച്ചു പോയ ഹാഗാറിനെ വീണ്ടും ഹാഗാറിനെയും ഇസ്മായിലിനെയും കൂടി അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ പുറന്തള്ളപ്പെടുന്ന ഇസ്മായിലിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് യാത്ര ചെയ്യുന്ന ഹാഗാറിനെ നമ്മൾ വീണ്ടും കാണും. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു ഇരിക്കുകയാണ്. കുട്ടി ഇങ്ങനെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഉൽപ്പത്തി 21:18 നമ്മൾ ഇങ്ങനെ കാണും. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. 19-ാമത്തെ വചനം. ദൈവം അവളുടെ കണ്ണുകളെ തുറന്നു. കുഞ്ഞിനെ ഒരു വഴി സ്ഥലത്ത് ഇങ്ങനെ കിടത്തിയിട്ട് മാറി നിന്ന് കരയുമ്പോൾ കുഞ്ഞിൻ്റെ അടുക്കലുള്ള ഒരു കിണർ അതുവരെ അവൾ കണ്ടില്ല. എന്നാൽ ദൈവം അവളുടെ കണ്ണുകളെ തുറന്നു. അവൾ ഒരു കിണർ കണ്ടുവെന്ന് ഉൽപ്പത്തി 21:19 എഴുതി വെച്ചിട്ടുണ്ട്. അവൾ ചെന്ന് സുഖസഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ആ നിമിഷം തുറന്നതല്ല
ആ കിണർ എന്ന് പറയുക. അത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ സങ്കടം കൊണ്ട്, നിരാശ കൊണ്ട് അവിടെയുള്ള കിണർ കാണാൻ അവൾക്ക് പറ്റിയില്ല. കണ്ണുകൾ അന്ധമായിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില വഴികൾ തുറന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വഴികൾ അടഞ്ഞിരിക്കുന്നതായി മാത്രം നമ്മൾ കാണും. എന്നാൽ തമ്പുരാനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന്. എൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഞാൻ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വഴി തുറക്കാൻ തുടങ്ങും. യോഹന്നാൻ 14:6 വചനമുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല എന്ന്. കണ്ണുകൾ തുറക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് പറ്റണം. ദൈവമേ എൻ്റെ കണ്ണുകളെ തുറക്കണമേ, എൻ്റെ കണ്ണുകളെ നീ തുറന്നു തരണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഹാഗാറിൻ്റെ ജീവിതത്തിൽ അന്ന് വരെയുണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് പുതിയൊരു മാറ്റം ദൈവം ചെയ്തു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാവണം. ഇസ്രായേൽ സൈന്യം മുഴുവൻ ദൈവത്തെ കണ്ടതുപോലെ നമ്മളും നമ്മുടെ കുടുംബവും എല്ലാം ദൈവത്തെ കാണണം, കൂടെ നിൽക്കുന്ന ദൈവത്തെ കാണണം. സങ്കീർത്തകൻ ദൈവത്തെ കണ്ടതുപോലെ, ദൈവത്തിന് വേണ്ടി ജീവിച്ചതുപോലെ നമുക്കും ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് പറ്റണം. മറ്റൊരു സ്ഥലത്ത് നാം കാണുന്നുണ്ട്, സംഖ്യയുടെ പുസ്തകത്തിൽ ബാലാമിൻ്റെ കണ്ണുകൾ തുറക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചും. ശപിക്കാനായിട്ട് ഇസ്രായേൽ സൈന്യത്തെ ശപിക്കാനായിട്ട് ബാലാക്കിൻ്റെ ആവശ്യപ്രകാരം കടന്നു പോകുന്ന ബാലാമിൻ്റെ കണ്ണുകളെയും ദൈവം തുറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ തക്ക വിധത്തിൽ തമ്പുരാനെ ഇന്ന് എൻ്റെ കണ്ണുകളെ നീ ഒന്ന് തുറക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ നീ ഒന്ന് തുറക്കണമേ, എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവ് അതിനുള്ള കൃപ തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് 1 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടുന്ന് എൻ്റെ ഒപ്പം നടക്കുന്നവനാ, ഇമ്മാനുവേലായി മാറിയവനാ നീ എൻ്റെ വലതുവശത്തുണ്ടെന്ന്, ഞാൻ ചഞ്ചലചിത്തനാകാതിരിക്കാൻ നീ എൻ്റെ കൂടെയുണ്ടെന്ന്, എൻ്റെ മുഖം വാടിയാൽ അങ്ങയുടെ മുഖം വാടുമെന്ന് തിരിച്ചറിയാൻ കർത്താവെ അതിന് എൻ്റെ കണ്ണുകളെ നീ ഒന്ന് തുറന്നു തരണം. കോട്ട കെട്ടി സൈന്യം പോലെ നിൽക്കുന്ന നിന്നെയൊന്ന് കാണാൻ, ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ സങ്കടത്തോടെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ വേളകളിലും കർത്താവെ നീ കൂടെ നിൽക്കുന്നെന്ന് കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അടഞ്ഞുപോയ വഴികളെ കാണാൻ കർത്താവെ നീ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അതിനുള്ള കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.